മാക്സി പീസ് വെച്ചിട്ട് നമുക്കൊരു വലിയ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം, വലിയൊരാൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ തന്നെയാണ് മടക്കിയിട്ടുള്ളത്. മാക്സി കട്ട് ചെയ്യുന്നിടത്തുള്ള അതേ രീതിയിൽ തന്നെയാണ് മടക്കി വെച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ മേലെ ഭാഗം യോക്ക് പാർട്ട് അടയാളപ്പെടുത്തുകയാണ്. അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇത് ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസ്. ഇപ്പം ഇങ്ങനെ ഇതിലുള്ള ആ വീതിയിൽ 26 ഇഞ്ച് ഫുള്ള്, ആ വീതി ഫുള്ളെടുത്തേക്ക് ഫ്രില്ല് ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ കട്ട് ചെയ്യാണ്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത് നടുക്കുള്ള പീസ് അതിന് ചുരുക്ക് വെച്ചിട്ട് ഇത് ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ മേലെ ചുരുക്ക് വെക്കാനായിട്ട് ബാക്കിയുള്ള പീസ് 2 പീസാക്കിയിട്ട് ഞാനിത് ചെയ്ത് അതിന് 4 കഷ്ണം അതിന് താഴത്തെ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തു. ഇനി അതിൻ്റെ കൈ കട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്തില്ല, ഫസ്റ്റ് ഉടൽ കട്ട് ചെയ്യുന്ന നേരത്തുള്ള അതിൻ്റെ ബാക്കി പീസില്ലേ, ആ പീസിലാണ് ഞാൻ അതിൻ്റെ കൈക്ക് പീസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 പീസുണ്ട്, അതവിടെ ജോയിൻ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കൈ കട്ട് ചെയ്തപ്പോൾ അങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് ഇവിടെ ആക്കി കട്ട് ചെയ്ത് ഇപ്പോൾ അങ്ങനെ 4 പീസായിട്ടാണ് കിട്ടിയത്. അത് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ശേഷം നമ്മൾ അതിലേക്ക് യോജിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് ഫ്രണ്ട് കൈ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കൈയിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഇതിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാത്തത് ഇതിൻ്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാണെന്ന് അറിയാൻ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മനസ്സിലാവുകയുള്ളൂ, അതുകൊണ്ട് ചെയ്യുന്നില്ല. ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ബാക്കി. കഴുത്തിന് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്യാൻവാസ് വെക്കുന്നത് നമുക്ക് പിന്നെ ഒരു ഇത് ചെയ്യാം. ആദ്യം കൈ, അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഉടൽ യോക്ക് പാർട്ട്, ഇത് ഫ്രണ്ട് കഴുത്ത്, ഇത് ബാക്ക് ഭാഗം, ഇത് ഏറ്റവും അടിയിൽ വെക്കുന്ന ഫ്രില്ല് 4 പീസുണ്ട്, ഇത് സെൻട്രൽ വെക്കുന്ന ഫ്രിൽ പാർട്ട്. എല്ലാം ഞാൻ ശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്?